ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSCയുടെ PYQ സീരീസിന്റെ തേർഡ് വീഡിയോയാണ്. അപ്പോൾ PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ വിശദാംശങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്കൾപ്ചേഴ്സ് ഓഫ് കാനായി കുഞ്ഞിരാമൻ, ജലകന്യക, ജഡായു ബേർഡ് സ്കൾപ്ചർ, മുക്കോല പെരുമാൾ. അതിനകത്ത് കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ജലകന്യക, ജഡായു ബേർഡ് സ്കൾപ്ചർ, മുക്കോല പെരുമാൾ. ആൻസർ only 1 and 2, only 2 and 3, only 1 and 3, all the above. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. അപ്പൊ ആൻസർ സി ആണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തിലെ പ്രശസ്ത ശില്പികളിൽ ഒരാളായി കാനായി കുഞ്ഞിരാമൻ 1937 ജൂലൈയിൽ കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്താണ് ജനിച്ചത്. ശില്പകലയിൽ ലണ്ടനിലെ സ്ലൈഡ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നാണ് ഉപരിപഠനം പൂർത്തിയാക്കിയത്. കാനായി കുഞ്ഞിരാമന്റെ പ്രശസ്തമായ ശില്പങ്ങൾ: യക്ഷി മലമ്പുഴ ഡാം, ശംഖ് തിരുവനന്തപുരത്തെ വേളി, ജലകന്യക ശംഖുമുഖം കടപ്പുറം, അമ്മയും കുഞ്ഞും പയ്യാമ്പലം, തമിഴത്തിപ്പെണ്ണ് ചോളമണ്ഡലം കലാഗ്രാമം, വീണപൂവ് ദുരവസ്ഥ, തോന്നിക്കൽ ആശാൻ സ്മാരകം. അപ്പൊ കാനായി കുഞ്ഞിരാമന്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് യക്ഷി മലമ്പുഴ ഡാമിലാണ്, ശംഖ് തിരുവനന്തപുരത്തെ വേളിയിലാണ്, ജലകന്യക ശംഖുമുഖം കടപ്പുറത്താണ്, അമ്മയും കുഞ്ഞും പയ്യാമ്പലം, തമിഴത്തിപ്പെണ്ണ് ചോളമണ്ഡലം കലാഗ്രാമം, വീണപൂവ് ദുരവസ്ഥ, തോന്നിക്കൽ ആശാൻ സ്മാരകം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സൾഫർ കണ്ടെയ്നിങ് വൈറ്റമിൻ? തയമിൻ, റൈബോഫ്ലേവിൻ, പാൻറ്റോത്തനിക് ആസിഡ്, ഫോളിക് ആസിഡ്. അപ്പോൾ വൈറ്റമിൻ ബിയുടെ B1, B2, തൈമിൻ എന്ന് വെച്ചാൽ B1, റൈബോഫ്ലേവിൻ ഏതാണ്? B2, പാൻറ്റോത്തനിക് ആസിഡ് B5, ഫോളിക് ആസിഡ് B9. അപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സൾഫർ കണ്ടെയ്നിങ് വൈറ്റമിൻ ഏതാണെന്നാണ് ആൻസർ. തൈമിൻ ആണ്, B1 ആണ്. വൈറ്റമിൻ B6, B12 എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ്. വൈറ്റമിൻ B6, B12 അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഫോസ്ഫറസ്. തൈമിൻ എന്നും അറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് B1, സൾഫർ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് B1. ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ആണ് B6 ഉം B12 ഉം. പെരിഡോക്സിൻ എന്നറിയപ്പെടുന്നതാണ് B6. പെരിഡോക്സിൻ എന്നാണ് B6 അറിയപ്പെടുന്നത്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ B12. B12 കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോ സൾഫർ അടങ്ങിയിട്ടുള്ളത് B1, ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് B6, B12. ഇനി കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് B12. കൊബാലമിൻ എന്നും B12 അറിയപ്പെടുന്നുണ്ട്. അടുത്ത, which among the following is the first web browser software? Mozilla Firefox, Internet Explorer, Mosaic, Opera. ഇതിനകത്ത് ഫസ്റ്റ് വെബ് ബ്രൗസർ ഏതാണ്? Mozilla Firefox, Internet Explorer, Mosaic, Opera. ആൻസർ സി ആണ്, മൊസൈക്ക് ആണ്. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ. വെബ് ബ്രൗസറുകൾക്ക് എക്സാമ്പിൾ ആണ് ഫയർഫോക്സ്, എപ്പിഫാനി, ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ് എന്നിവ. അപ്പൊ വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഫയർഫോക്സ്, എപ്പിഫാനി, ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്. മോസില്ല പ്രൊജക്ടിന്റെ വെബ് ബ്രൗസർ ആണ് ഫയർഫോക്സ്. മോസില്ല പ്രൊജക്ടിന്റെ വെബ് ബ്രൗസർ ആണ് ഫയർഫോക്സ്. ഗ്രോം പ്രൊജക്ടിന്റെ വെബ് ബ്രൗസർ ആണ് എപ്പിഫാനി. ഗ്രോം പ്രൊജക്ടിന്റെ വെബ് ബ്രൗസർ ആണ് എപ്പിഫാനി. വെബ്സൈറ്റ് വിലാസം നേരിട്ട് നൽകാതെ ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താനുള്ള സംവിധാനമാണ് സെർച്ച് എഞ്ചിൻ. വെബ്സൈറ്റ് വിലാസം നേരിട്ട് നൽകാതെ ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്താനുള്ള സംവിധാനമാണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള സെർച്ച് എഞ്ചിൻ. അതിന് എക്സാമ്പിൾ ആണ് ഗൂഗിള്, ബിങ്. ഗൂഗിളും ബിങ്ങും സെർച്ച് എഞ്ചിൻ ആണ്. ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, എപ്പിഫാനി ഒക്കെ എന്താണ്? വെബ് ബ്രൗസറുകളാണ്. അടുത്തത്, which of the following statements about United Nations organization are correct? The UN Charter was drawn up in San Francisco in 1945. German is one of the official language of UNO. The International Court of Justice has 15 judges elected for a term of 10 years.
അപ്പോ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ UN ചാർട്ടർ നിലവിൽ വന്നത് 1945 പറഞ്ഞിരിക്കുന്നത്. ജർമ്മൻ ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. UNOയുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ജർമ്മൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹാസ് 15 ജഡ്ജസ് എലക്ടഡ് ഫോർ ദ ടൈം ഓഫ് 10 years. 10 വർഷത്തേക്ക് 15 ജഡ്ജസിനെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിയമിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി? അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ആൻസർ ഡി ആണ്. സോറി, ഇതിനകത്ത് 1 മാത്രമാണ് ശരി, ഇത് തെറ്റാണ്. 3ാമത്തെ തെറ്റാണ്. 1 മാത്രമാണ് ശരി. ആൻസർ എ ആണ്. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ 1945 UN ചാർട്ടർ നിലവിൽ വന്നത്. ശരിയാണ്. ഇനി ജർമ്മൻ ഈസ് വൺ ഓഫ് ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് UNO എന്ന് പറഞ്ഞിട്ടുണ്ട്. ജർമ്മൻ ഇല്ല. ഫ്രഞ്ച്, റഷ്യന്, ഇംഗ്ലീഷ്, പിന്നെ ചൈനീസ്, അറബിക്, ഇങ്ങനെ ലാംഗ്വേജസ് ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ജർമ്മൻ ഇല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 6 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമ്മുടെ UNO അംഗീകരിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് 6 എണ്ണം ഉണ്ട്. പിന്നെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടാണെങ്കിൽ ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് UNO ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹാസ് 15 ജഡ്ജസ്. 15 ജഡ്ജസ് ആണുള്ളത്. പക്ഷെ എലക്ടഡ് ഫോർ എ ടേം ഓഫ് 10 years അല്ല, 5 years ആണ് കറക്റ്റ്. അപ്പൊ അതാണ് അതിനകത്തുള്ള തെറ്റ്. നോക്കാം. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സഭ ഔദ്യോഗികമായി നിലവിൽ വന്നത്. സംഘടനയുടെ സ്ഥാപക അംഗങ്ങൾ 51 എണ്ണമായിരുന്നു. ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരിക്കാനുള്ള നടപടികൾ പര്യവസാനമായിരുന്നു സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഐക്യരാഷ്ട്രസഭ പ്രമാണം എഴുതിയുണ്ടാക്കിയത് ഈ സമ്മേളനത്തിലാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന എഡ്വേർഡ് സ്റ്റെനിയൻസിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം കൂടിയത്. അടുത്തത്, താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് വിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് ലിറ്റൺ, ലോർഡ് മിൻജോ, ലോർഡ് റിപ്പൺ, ലോർഡ് കട്സൺ. ലോർഡ് റിപ്പൺ പ്രഭുവാണ് എന്ത് ചെയ്യുന്നത്? ഇൽബർട്ട് വില്ല് പാസാക്കിയത്. നീതിന്യായ രംഗത്തെ അസമത്വവും വിവേചനവും അവസാനിപ്പിക്കാനായി റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ് ഇൽബർട്ട് ബില്ല്. നീതിന്യായ രംഗത്തെ അസമത്വവും വിവേചനവും അവസാനിപ്പിക്കാനായി റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ് ഇൽബർട്ട് ബില്ല്. യൂറോപ്യന്മാരായ കുറ്റവാളികളെ ഇന്ത്യൻ ജഡ്ജിമാർക്ക് വിചാരണ ചെയ്യാൻ അവസരം നൽകുന്നതായിരുന്നു ബില്ല്. ഇപ്പൊ യൂറോപ്യന്മാരെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ജഡ്ജിമാർക്ക് അവസരം വാദിക്കാനായിട്ട്, വിചാരണ ചെയ്യാനായിട്ട് അവസരം നൽകുമായിരുന്നു. അതാണ് ബില്ല്, ഇൽബർട്ട് ബില്ല്. അപ്പൊ ഇതെന്ത് ചെയ്തില്ല? യൂറോപ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ യൂറോപ്യന്മാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് പിൻവലിച്ചു. അടുത്തത്, ഫ്രഞ്ച് അധിനിവേശ പ്രവേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1950, 1947, 1954, 1948. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? മാഹി, യാനം, കാരക്കൽ, പിന്നെ പോണ്ടിച്ചേരി, പിന്നെ ചന്ദ്രനഗർ. ഇതിനകത്ത് കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. 1954. സ്വാതന്ത്ര്യാനന്തരം ഫ്രഞ്ചുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, മാഹി, കാരക്കൽ, ചന്ദ്രനഗർ. 1949 മാഹിയും ചന്ദ്രനഗറും ഫ്രഞ്ചുകാർ ഇന്ത്യൻ ഗവൺമെന്റിന് വിട്ടു നൽകി. 1954 ഇന്ത്യയുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ച് പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഫ്രഞ്ചുകാർ സ്വമേധയാ പിൻവാങ്ങി. 1949 മാഹിയും ചന്ദ്രനഗറും ഫ്രഞ്ചുകാർ വിട്ടു നൽകി. 1954 ബാക്കി ഭാഗങ്ങള് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ എന്നിവ എന്ത് ചെയ്തു? ഫ്രഞ്ചുകാർ വിട്ടുകൊടുത്തു. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചെലവുകൾ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? പലിശ അടവുകൾ, ശമ്പളവും പെൻഷനും, പ്രതിരോധ ചിലവുകൾ, സാമൂഹ്യ സേവന ചിലവുകൾ. ഏറ്റവും വലിയ പൊതു ചെലവ് എന്ന് പറയുന്നത് പലിശ അടവുകളാണ്. നമ്മള് ആഭ്യന്തര കടവുണ്ട്, അന്തർദേശീയ കടവുണ്ട്. അപ്പൊ ഇത് രണ്ടിനും പലിശ അടവുകളാണ് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒറ്റയ്ക്കുള്ള പൊതുചെലവ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം, വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, സർക്കാർ വായ്പകളുടെ പലിശയടവ്, ഗ്രാന്റുകൾ തുടങ്ങിയവയെല്ലാം റവന്യൂ ചിലവുകളാണ്. റവന്യൂ ചെലവിനെ പദ്ധതി ചെലവെന്നും പദ്ധതിയേതര ചെലവ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. പലിശ തിരിച്ചടവ്, പ്രതിരോധ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ എന്നിവയാണ് പദ്ധതിയേതര ചിലവിലെ പ്രധാന ഇനങ്ങൾ.
അപ്പൊ പദ്ധതിയേതര ചിലവിൽ വരുന്നതാണ് സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ എന്നിവ. ഇനി കമ്പോള വായ്പകൾ, വിദേശ വായ്പകൾ, വിവിധ കരുതൽ ഫണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശ തിരിച്ചടവാണ് പദ്ധതിയേതര ചിലവിലെ ഏറ്റവും വലിയ ഇനം. പദ്ധതിയേതര ചിലവിലെ ഏറ്റവും വലിയ ഇനമാണ് കമ്പോള വായ്പകൾ, വിദേശ വായ്പകൾ, വിവിധ കരുതൽ ഫണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശ തിരിച്ചടവാണ് പദ്ധതിയേതര ചിലവിലെ ഏറ്റവും വലിയ ഇനം. അപ്പോ നമ്മുടെ PYQ സീരീസിന്റെ അടുത്തൊരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.